ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ച് ഇങ്ങനെ ആഹ്ലാദത്തിലിരിക്കുമായിരിക്കും അല്ലേ? അപ്പോൾ ഇന്ന് നമ്മുടെ പുതിയ പ്രോഡക്ട്സ് കാണിക്കട്ടെ. നമ്മൾ ഇതുവരെ കാണിക്കാത്ത തരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള ഓർണമെന്റ്സ് ആണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും അല്ലേ എന്തൊക്കെയായിരിക്കും ഇന്നത്തെ ഐറ്റംസ് എന്നല്ലേ. അപ്പോൾ ഞാൻ വേറെ ചെയ്തേക്കുന്ന പോലെ തന്നെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇങ്ങനത്തെ ലോങ് ചെയിൻസ്, അതുപോലെ ലോങ് കമ്മൽസ്, സ്റ്റഡ്സ്, നല്ല അടിപൊളി റിങ്സ്, പല ടൈപ്പിലുള്ള റിങ്സ്, അതുപോലെ ബ്രേസ്ലെറ്റ്, വാച്ചസ്, അങ്ങനെ കുറേ ഡിഫറെൻറ്റ് മോഡൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോയിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. നമ്മൾ ഇന്ന് കാണിക്കുന്ന പ്രോഡക്ട്സ് എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീൽ ആൻറ്റി ടാർണിഷ് ജ്വല്ലറിയാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ 18K യെല്ലോ ഗോൾഡ് പ്ലേറ്റ് ചെയ്ത് വരുന്ന ജ്വല്ലറിയാണ്. ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം. വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, ഹൈപ്പോ അലർജിക് ആണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് ഇതിപ്പോൾ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു ലോങ് ചെയിൻ ആണ് കേട്ടോ. ഇങ്ങനെ ഡബിൾ ചെയിനിലാണ് വരുന്നത്, ഇങ്ങനെ നല്ലൊരു മാലയായിട്ട്. അപ്പോൾ ഒരു ലെയർ ഇങ്ങനെ പേൾസ് ആണ് വരുന്നത്, പിന്നെ ഇതിൻ്റെ ഒരു ലെയർ ചെറിയ തണ്ട് ചെയിൻ, ഇങ്ങനെ ഡബിൾ ലെയറിലാണ് ഈ ഒരു മാല വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുണ്ട്, ഇതിന് ഇത്രയും നമുക്ക് ബാക്ക് ചെയിനും കൂടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഈ ബാക്ക് ചെയിൻ ഇല്ലാതെ തന്നെ ഇതൊരു 26 ഇഞ്ച് ലെങ്ത് ഉണ്ട്. അപ്പോൾ ഇതൊരു 10 ഇഞ്ചും കൂടി ഉണ്ട്. അങ്ങനെ ടോട്ടൽ 36 ഇഞ്ചാണ് ഈ ഒരു മാലയുടെ ലെങ്ത് വരുന്നത്. അപ്പോൾ നമുക്ക് കഴുത്തിൽ കൂടെ ഇടുകയും ഊരുകയും ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇത് കൂടുതൽ ഇറക്കം വേണമെന്നുണ്ടെങ്കിൽ ഈ ബാക്ക് ചെയിനിലോട്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്യാം. ഇനി ഈ ചെയിൻ വേണ്ടെന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്തും കളയാം കേട്ടോ. അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മാലയാണ് നമ്മുടെ ഫസ്റ്റ് ഐറ്റം. സ്റ്റെയിൻലെസ് സ്റ്റീലിനുള്ളതാണ്. നല്ല സൂപ്പറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു മാലയുടെ റേറ്റ് വരുന്നത് 850 രൂപയാണേ. പിന്നെ അതിൻ്റെ തന്നെ പല ഡിസൈൻസ് നമുക്ക് അവൈലബിൾ ആണ്. സെക്കൻഡ് ഡിസൈൻ ഇതാണ് കേട്ടോ. ഇങ്ങനെ ചെറിയ സ്റ്റോൺസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു മോഡൽ. ഇതൊക്കെ സെയിം ലെങ്ത് ആണ് വരുന്നത്. പിന്നെ ഇത് നമുക്കിങ്ങനെ ബാലയായിട്ടും യൂസ് ചെയ്യാം. ഈ വേണം എന്നുണ്ടെങ്കിൽ 36 ഇഞ്ച് ലെങ്ത് ഉണ്ടല്ലോ, അപ്പോൾ അത്രയൊക്കെ വണ്ണം ഉള്ളവർക്ക് ഇങ്ങനെ ഹിപ്പ് ചെയിൻ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ചെയിനാണിത്. ഇപ്പോൾ ഹിപ്പ് ചെയിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ അരഞ്ഞാണമായിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് സാരിയുടെ മുകളിലൊക്കെ ഇങ്ങനെ ഇതൊക്കെ വെയർ ചെയ്യുന്നവരുണ്ടല്ലോ ചില ഫങ്ഷൻസിനൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. മാലയായിട്ടും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ലോങ് ചെയിനാണ്. ഈ ഒരു ഡിസൈൻ്റെ റേറ്റ് വരുന്നതും 850 രൂപയാണ്. ഇങ്ങനെ സ്റ്റോൺസ് ആണ് രണ്ട് സൈഡിലും വന്നിരിക്കുന്നത്. ഈ ഒരു ചെയിനിന് വ്യത്യാസമുണ്ട് കേട്ടോ. ചെറിയ മുത്തുകൾ കോർത്തിരിക്കുന്ന പോലത്തെയുള്ള ചെയിനാണ് വന്നിരിക്കുന്നത്. ഇതിനും സെയിം ലെങ്ത് ആണ്, 26 + 10 36 ഇഞ്ച് ബാക്ക് ചെയിനോടെ കൂട്ടി ലെങ്ത് വരും. ഇനി നമ്മുടെ അടുത്ത മോഡൽ ഇങ്ങനെ ഡബിൾ ചെയിൻ വരുന്ന നല്ല സൂപ്പർ ഒരെണ്ണമാണ്. ഇത് രണ്ടും തിൻ ചെയിനാണ് വരുന്നത്. ഒരെണ്ണം പരസ്പരം ചെയിനിൻ്റെ ഒരു ചെറിയ മോഡൽ, ഇങ്ങനെ ചെറിയ മോഡൽ. ഒരെണ്ണം നമ്മുടെ ഡിസ്കോ ചെയിൻ പോലെ തോന്നിക്കും. ഇതും സെയിം ഇറക്കമാണ് വരുന്നത്. കുറച്ച് ലൈറ്റ് ആയിട്ട് ഇങ്ങനത്തെ മാലകൾ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു മോഡൽ ചൂസ് ചെയ്യാം. ഈ ഒരു മാലയുടെ റേറ്റ് വരുന്നത് 650 രൂപയാണ്. ഇതെല്ലാം നമുക്ക് ഇങ്ങനെ കഴുത്തിൽ കൂടെ ഊരാനും ഇടാനും പറ്റുന്ന അത്രയും ലെങ്ത് ഉള്ള മാലയാണ്. ഇതൊക്കെ ഇങ്ങനെ ഹിപ്പ് ചെയിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള മാലകളാണ്. ഇനി അടുത്തത് അത്രയും ലെങ്തിൽ വരുന്ന നമ്മുടെ നോർമൽ സ്നേക്ക് ചെയിൻ. ഇതും സെയിം ലെങ്ത് ആണ്. ഇത് ഹിപ്പ് ചെയിനായിട്ട് യൂസ് ചെയ്യാൻ ഏറ്റവും നല്ല മോഡൽ ഇതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മാലയുടെ റേറ്റ് വരുന്നത് 500 രൂപ. സെയിം ലെങ്ത് തന്നെയാണ് വരുന്നത്, 26 + 10 ഇഞ്ചസ്. അപ്പോൾ 36 ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട്. മാലയായിട്ട് യൂസ് ചെയ്യും. ഇനി നമുക്ക് പുതിയ മോഡൽ വാച്ചസ് വന്നിട്ടുണ്ട്. ഇതുണ്ട്, ഇപ്പം ഞാൻ ഈ വെയർ ചെയ്തേക്കുന്ന പോലത്തെ ഇങ്ങനെ നല്ല സ്റ്റോൺ ഡയലൊക്കെയാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ചെയിൻ കണ്ടോ, സിമ്പിളായിട്ടുള്ള ഇങ്ങനത്തെ ചെയിനാണ്. ബ്രേസ്ലെറ്റ് പോലെയാണ് കണ്ടോ. നമുക്കിങ്ങനെ ഒരു എക്സ്ട്രാ അറ്റാച്ച്മെൻറ്റും ഉണ്ട് ഇതിൽ. അപ്പോൾ നമുക്കിതൊരു 2.6 സൈസ് തൊട്ടുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഇതിപ്പോൾ ഏറ്റവും ടൈറ്റ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2.6കാർക്കാണ് ഇത് പാകമാകുന്നത്. ഇപ്പോൾ 2.5നും കുഴപ്പമില്ല. 2.4കാർക്കൊക്കെ നല്ല ലൂസായിട്ട് കിടക്കും. അപ്പം അങ്ങനെ കിടക്കുന്ന ഒരു ബ്രേസ്ലെറ്റ് പോലെ കിടക്കുന്ന ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ചൂസ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഡയൽ വരുന്നത്. ചെയിൻ വരുന്നത് ഇങ്ങനെയാണ്.
അപ്പോൾ നമ്മൾ ഈ ഏറ്റവും നമ്മൾ ടൈറ്റ് ആക്കി ഇട്ട് കഴിഞ്ഞാൽ 2.6 സൈസുകാർക്കാർക്കും ആയിരിക്കും സ്യൂട്ട് ആവുന്നത്. പിന്നെ അതിൽ കൂടുതൽ വേണ്ടവർക്ക് ഇങ്ങനെ എക്സ്റ്റൻഷൻ ചെയിൻ ഉള്ളതുകൊണ്ട് അകത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നിങ്ങൾക്ക് ഈ എക്സ്റ്റൻഷൻ ചെയിന് വേണ്ട, അത് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് ഇവിടുന്ന് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വാച്ചായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു സൂപ്പർ വാച്ചിൻ്റെ റേറ്റ് വരുന്നത് 1200 രൂപയാണ്. ഈ സൈഡൊക്കെ നോക്കിക്കുക, നല്ല ഗ്ലേസിംഗ് ഉള്ള ഒരു കട്ടിംഗ് ആണ് വന്നിരിക്കുന്നത്. ഇതേ വാച്ചിൻ്റെ തന്നെ ഇങ്ങനെ ബ്രേസ്ലെറ്റ് വാച്ച് വേറൊരു ഡിസൈനും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചെയിൻ ഡിഫറെൻ്റ് ആണ്, ഡയൽ കുറച്ചുകൂടെ ചെറുതാണ്. ഇതിനേക്കാളും ചെറിയ ഡയലാണ് ഇതിന് വന്നിരിക്കുന്നത്, സ്റ്റോൺ ഡയൽ തന്നെയാണ്. ഇതും ഇങ്ങനെ എക്സ്റ്റൻഷൻ ചെയിൻ ഉണ്ട്. 2.6കാർക്കും അതിൽ കൂടുതലുള്ളവർക്കും സ്യൂട്ടാവും. ഈ ഒരു വാച്ചിൻ്റെ റേറ്റ് വരുന്നത് 950 രൂപയാണ്. ഇതാണ് ഇതിൻ്റെ ഡിസൈൻ. ഇനി നമുക്ക് കുറച്ച് കമ്മലുകൾ കാണാം. അപ്പോൾ നമ്മൾ ഈ കാണിച്ച ഡബിൾ ലെയർ മാലയ്ക്കൊക്കെ സ്യൂട്ട് ആവുന്ന തരത്തിൽ ഇതുപോലെ പേൾ ഹാങ്ങിങ്സ് വരുന്ന നല്ല സൂപ്പർ കമ്മലുകളുണ്ട്. അപ്പോൾ ഞാനിപ്പം ഇതിൻ്റെ കൂടെ വെയർ ചെയ്തിരിക്കുന്ന ഇതാണ്, ബ്ലാക്കും വൈറ്റും കൂടെ വരുന്ന ഒരു കോമ്പിനേഷനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന കമ്മൽ. ഇങ്ങനെ പേളും വരും, അതിലേക്ക് ഇങ്ങനെ ഒരു ഫ്ലവർ ഹാങ്ങിങ്സും കൂടെ വരുന്ന ഒരു മോഡൽ. ഈ ഒരു ഹാങ്ങിങ്സ് വരുന്ന ഈ ഒരു കമ്മലിൻ്റെ റേറ്റ് വരുന്നത് 350 രൂപയാണ്. അതിൻ്റെ തന്നെ അടുത്ത മോഡൽ ഇതാണ് വന്നിരിക്കുന്നത്. ഇതുപോലെ വൈറ്റ് സ്റ്റോൺസും പേളും ആയിട്ടുള്ള ഹാങ്ങിങ്സ്. ഇതും സെയിം റേറ്റ് ആണ്, 350 രൂപ. അത് അടുത്തത് ഇതുപോലത്തെ സ്റ്റഡ് മോഡലാണ് വന്നിരിക്കുന്നത്. സെൻറ്ററിൽ പേളും ചുറ്റിനും സ്റ്റോൺസും ആണ് വന്നിരിക്കുന്നത്. നല്ലൊരു ഫ്ലവർ ഡിസൈൻ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 450 രൂപയാണ്. അപ്പോൾ കമ്മലിൻ്റെയൊക്കെ ഫോട്ടോ വേണ്ടവർ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് അയച്ചു തരാം. ഇപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് അത്ര ക്ലിയർ ആവുന്നില്ലായിരിക്കും, ഇവിടുത്തെ ലൈറ്റിങ് കാരണം. ഇതൊരു മോഡല്. അടുത്തത് വരുന്നത് ഇങ്ങനത്തെ ഒരു ഡിസൈനാണ്. ഇതിലും സെൻറ്ററിൽ പേളുണ്ട്. ഈ ഒരു കമ്മലിൻ്റെ റേറ്റ് വരുന്നത് 300 രൂപയാണ്. ഇതൊന്നും അധികം വലുപ്പമില്ല, നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള മോഡലാണ്. അടുത്തത് ഇതാ ഇങ്ങനത്തെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു സ്റ്റഡാണ്. ഇതിലും പേള് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റഡിൻ്റെ റേറ്റ് വരുന്നത് 450 രൂപ. അടുത്തത് ഇങ്ങനെ കുറേ ബോൾസ് ഒന്നിച്ച് വെച്ചിട്ട് അതിൽ സ്റ്റോൺസ് പതിപ്പിച്ച മാതിരി നല്ല ഒരു സ്റ്റഡ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 450 രൂപ. ഇതൊന്നും ഒരുപാട് വലുപ്പമില്ല കേട്ടോ, മീഡിയം സൈസാണ് വരുന്നത്. അടുത്ത ഡിസൈൻ, ഇതിൻ്റെ സെൻറ്ററിൽ പേളാണ് വന്നിരിക്കുന്നത്. റേറ്റ് വരുന്നത് 300 രൂപ. അപ്പോൾ 300 രൂപയുടെ ഉണ്ട്, 450 രൂപയുടെ ഉണ്ട്. അടുത്തത് കണ്ടോ, ഇങ്ങനെ 3 എണ്ണത്തിൻ്റെ ഒരു സെറ്റാണ്. ഒരു മെയിൻ കമ്മൽ വരുന്നുണ്ട്, പിന്നെ 2 ചെറുതുണ്ട്. ഇത് നമുക്ക് സെക്കൻഡ് സ്റ്റഡ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്കിത് നിങ്ങളുടെ മെയിൻ സ്റ്റഡായിട്ട് വേണമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം, ചെറിയ സ്റ്റഡ്സ്. അപ്പോൾ ഈ ഒരു സെറ്റിന് വരുന്നത് 350 രൂപയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ സ്റ്റഡ്സ് ഒക്കെ പല റേറ്റിൽ വരുന്നു, അതുപോലെ വളകൾ പല റേറ്റ് വരുന്നു. ചിലതിന് നല്ല റേറ്റ് കൂടുതലാണ്, ചിലതിന് റേറ്റ് കുറവാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നതിൻ്റെ കാര്യം, സ്റ്റെയിൻലെസ് സ്റ്റീൽ ജ്വല്ലറി തന്നെ പല ക്വാളിറ്റിയിൽ വരുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ ഗോൾഡിന് 916 അങ്ങനെയൊക്കെ പറയത്തില്ലേ, എന്ന് പറഞ്ഞ പോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിന് പല ക്വാളിറ്റിയിൽ വരുന്നുണ്ട്. അപ്പോൾ ക്വാളിറ്റി കൂടുന്നതനുസരിച്ച് ഇപ്പോൾ 316 എന്നൊക്കെ അതിന് ഇങ്ങനെ പറയും. അപ്പോൾ 316 സ്റ്റെയിൻലെസ് സ്റ്റീലൊക്കെ ആണെങ്കിൽ അതിന് ക്വാളിറ്റി കൂടുതലാണ്, അതിൽ ചെയ്തിരിക്കുന്ന പോളിഷിങ്ങിന് ക്വാളിറ്റി കൂടുതലാണ്. അപ്പോൾ നമുക്ക് ആ ജ്വല്ലറി കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ഗ്ലേസിങ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന ജ്വല്ലറിക്കാണ് ഇത് റേറ്റ് കൂടുന്നത്. അപ്പോൾ താരതമ്യേന ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ക്വാളിറ്റി കുറഞ്ഞതും അതിൽ ചെയ്യുന്ന പോളിഷ് ചെയ്യുന്നതിൻ്റെ ക്വാളിറ്റി കുറഞ്ഞതും ഒക്കെ ആയിട്ട് വരുന്ന ജ്വല്ലറിക്ക് ആകുമ്പം റേറ്റ് കുറയും. അപ്പോൾ ഈ 2 ജ്വല്ലറിയും തമ്മിൽ നമ്മൾ കൈ പിടിച്ച് നോക്കുമ്പം നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ഒരു കളറിലും ക്വാളിറ്റിയിലും ഗ്ലേസിങ്ങിലും ഒക്കെ വ്യത്യാസം വരും. അതുകൊണ്ടാണ് പല ക്വാളിറ്റിയിലുള്ള പല റേറ്റിലുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ ആൻറ്റി ടാർണിഷ് ജ്വല്ലറി നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ പലയിടത്തും സ്റ്റെയിൻലെസ് സ്റ്റീൽ ആൻറ്റി ടാർണിഷ് ജ്വല്ലറി കാണുന്നുണ്ടായിരിക്കും അല്ലേ. ഇപ്പോൾ ഓൺലൈനായിട്ട് ഒരുപാട് പേര് ഇത് ചെയ്യുന്നുണ്ട്, പക്ഷെ ചിലയിടത്തൊക്കെ നല്ല വിലക്കുറവാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു കമൻറ്റ് ഞാൻ കണ്ടിരുന്നു, റേറ്റ് കൂടുതലാണെന്നുള്ളത്. അപ്പോൾ റേറ്റ് കൂടുന്നതിൻ്റെ കാര്യം ഇതാണ്, ഞാൻ റേറ്റ് കുറഞ്ഞതും റേറ്റ് കൂടിയതും കൊണ്ടുവരുന്നുണ്ട്, 2 ക്വാളിറ്റിയിലുള്ളതും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ റേറ്റ് കൂടാനുള്ള കാരണം
അത് സ്റ്റെയിൻലെസ് സ്റ്റീലിന് ക്വാളിറ്റി കൂടിയതാണ്, അതിൽ വന്നിരിക്കുന്ന കളറിങ്ങിന് ക്വാളിറ്റി കൂടിയതാണ്. അപ്പം ചില ജ്വല്ലറിയൊക്കെ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ, അതിൻ്റെ കളറിനും ആ ഒരു ഗ്ലേസിങ്ങിനൊക്കെ നല്ലൊരു വ്യത്യാസം വരുന്നത്. അങ്ങനെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരുന്നതുകൊണ്ടാണ് പ്രോഡക്റ്റിൻ്റെ റേറ്റിന് വ്യത്യാസം വരുന്നത്. അതിപ്പം ഈ ജ്വല്ലറി എന്നല്ല, നമ്മൾ ഏത് പ്രോഡക്റ്റ് വാങ്ങുവാണെങ്കിലും നിങ്ങൾക്ക് അറിയാലോ അതിൻ്റെ വില കൂടുന്നതും കുറയുന്നതും തമ്മിൽ ക്വാളിറ്റിയിലുള്ള വ്യത്യാസം. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ സ്റ്റെയിൻലെസ് ജ്വല്ലറിയുടെ കാര്യത്തിലും പല ക്വാളിറ്റിയിൽ വരുന്നുണ്ട്. അപ്പോൾ ക്വാളിറ്റി കൂടുന്നതനുസരിച്ച് റേറ്റ് കൂടും, ക്വാളിറ്റി കുറയുന്നതനുസരിച്ച് റേറ്റ് കുറയും. അതായത് ഒരു 6 മന്ത് തൊട്ട് 5 to 6 years വരെ കളർ നിൽക്കുന്ന തരം പ്രോഡക്ട്സ് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ഇറങ്ങുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അറിയാലോ, ഊഹിക്കാലോ അതനുസരിച്ച് റേറ്റിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ. അപ്പോൾ ഈ 5 to 6 years എന്നൊക്കെ പറയുന്നത് നമ്മൾ അതുപോലെ കെയർ ചെയ്യുകയും കൂടെ വേണം കേട്ടോ. അല്ലാതെ നമ്മൾ യൂസ് ചെയ്തിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി ഒരു മൂലക്കിട്ടു അവിടെ ഇങ്ങനെ പൊടിയും പിടിച്ച് അവിടെ കിടന്ന് അങ്ങനെയൊന്നും നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജ്വല്ലറി ഒന്നും ലോങ് ലാസ്റ്റിംഗ് അല്ല. വളരെ നന്നായിട്ട് നമ്മൾ കെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ജ്വല്ലറിക്കൊക്കെ ലോങ് ലാസ്റ്റിംഗ് കളേഴ്സ് ആയിരിക്കും. അതിൻ്റെ ആ ഗ്ലേസിങ്ങും കളറും ഒക്കെ വളരെ കാലം നമുക്ക് നീണ്ടു നിൽക്കുന്നതായിരിക്കും. അടുത്തത് നമ്മുടെ മോതിരങ്ങളുടെ ഡിസൈനാണ് കാണിക്കുന്നത്. അപ്പം ഇന്ന് കാണിക്കുന്ന ഒന്നും അഡ്ജസ്റ്റബിൾ അല്ല. സൈസ് വരുന്നത് 16, 17, 18, 19 അങ്ങനത്തെ 4 സൈസിൽ വരുന്ന റിങ്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ഇപ്പം ഞാനിപ്പോൾ കയ്യിലിട്ടിരിക്കുന്നത് ഇത് സൈസ് 18 വരുന്നത്. ഇങ്ങനെ സെന്ററിൽ മാത്രമാണ് ഇതിന് സ്റ്റോൺ വർക്ക് വരുന്നത്. ഈ ഒരു റിങ്ങിന് വരുന്ന റേറ്റ് 300 രൂപയാണ്. ഇത് ഇങ്ങനത്തെയാണ്, നമ്മുടെ സാധാ റിങ്ങാണ്. സൈസ് വരുന്നത് 18. ഇനി ഇങ്ങനെ 3 ലെയറും സ്റ്റോൺസ് ആയിട്ട് വരുന്ന റിംഗ് ഉണ്ട്. ഇതിന്റെ സൈസ് വരുന്നത് 17 അപ്പോൾ കണ്ടോ, 18 എന്ന് പറയുമ്പോൾ എനിക്ക് ഈ വിരലിൽ പാകമാണ്, പക്ഷെ 17 പറയുമ്പം എനിക്ക് അതിലും ചെറുതാണ് സൈസ് വരുന്നത്. പക്ഷെ 3 ലെയർ സ്റ്റോൺസ് വരുന്നുണ്ട്. ഇതിന്റെ റേറ്റ് വരുന്നത് 300 രൂപ തന്നെ. അടുത്ത് വരുന്നത് 18 സൈസിലുള്ള റിംഗ് ആണ്. ഇത് കണ്ടോ, ഇതുപോലത്തെ സാധാ റിംഗ് ആണ്, 18 സൈസ്. ഇതുണ്ടോ, അതിൻ്റെ ഡിസൈൻ ഇങ്ങനെയാണ് കേട്ടോ. 3 ഫ്ലവേഴ്സ് ആണ് അതിൽ വന്നിരിക്കുന്നത്. അതിൻ്റെ സെൻറ്ററിൽ ചെറിയ സ്റ്റോൺസും വന്നിട്ടുണ്ട്. റേറ്റ് വരുന്നത് 300 രൂപ തന്നെ. അടുത്ത് വരുന്നത് 19 സൈസിലുള്ള റിംഗ് ആണ് കേട്ടോ. ഇതാ ഇങ്ങനെ ഒരു ഫ്ലവർ ഡിസൈനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 19 സൈസ്. അപ്പോൾ ഇത്രയും വണ്ണമുള്ള വിരലിന് സ്യൂട്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇൻഡെക്സ് ഫിംഗറിൽ വേണമെങ്കിൽ ഇൻഡെക്സ് ഫിംഗറിലും അത് സ്യൂട്ടാവും. കണ്ടോ, ഇതിൻ്റെ സൈസ് 19 റേറ്റ് വരുന്നത് 350 രൂപ. അപ്പം നമുക്ക് മോതിരങ്ങളുടെയും കമ്മലുകളുടെയൊക്കെ ഡിസൈൻ വേണ്ടവർ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. ഞാൻ ഫോട്ടോസ് അയച്ചു തരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് അയച്ചു തരാം.